മയ്യിൽ ആസ്ഥാനമായി 25 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് മയ്യിൽ ITM കോളേജ്. ആ കോളേജിൻ്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മയ്യിൽ ITM കോളേജ് എന്ന് പറയുന്നത് ഉത്തര മലബാറിലെ ആദ്യത്തെ MBA കോളേജാണ്. അവിടെ പഠനം നടത്തി മുന്നോട്ട് പോകുന്ന ഏറ്റവും സുദൃഢമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. കലാകായിക രംഗത്തും പാഠ്യേതര രംഗത്തും മറ്റു മേഖലകളിലൊക്കെ വളരെ സുദൃഢമായ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഇപ്പോൾ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായി മയ്യിൽ ITM കോളേജ് നാഷണൽ ലെവൽ മാനേജ്മെൻറ്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ് 16-17 തീയതികളിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഒഡീഷസ് എന്ന പേരിൽ കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഒഡീഷസിൻ്റെ ഭാഗമായിട്ട് ഫുട്ബോൾ മേള നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പഠന യാത്രയും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ വിശദമായ ബഹുമാനനായ നമ്മുടെ ഇതിൻ്റെ കോർഡിനേറ്റർ ഇവിടെ സംസാരിക്കും. എല്ലാ വർഷവും ഈ ഒരു ഇവന്റിന്റെ അല്ലെങ്കിൽ ഒഡീഷസിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സ്റ്റേജ് ഷോ കൂടെ വെക്കാറുണ്ട്. ഈ വർഷവും അങ്ങനെയുണ്ട്. അപ്പം റാപ്പർ ഫെജോയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്റ്റേജ് ഷോ കൂടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് കോളേജിൽ തന്നെ ഉള്ള ടർഫിൽ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് 17ാം തീയതി കണ്ടക്ട് ചെയ്യുന്നു. ഏകദേശം 35ഓളം കോളേജിലെ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. അതേപോലെ ഈ വർഷം എല്ലാ വർഷവും നമ്മളൊരു സ്റ്റഡി ടൂർ ഉണ്ട്, ഇന്റർനാഷണൽ സ്റ്റഡി ടൂർ. അത് ഈ വർഷം മാർച്ച് 23 മുതൽ 28 വരെ നമ്മുടെ സ്റ്റഡി ടൂർ മലേഷ്യയിലേക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണുള്ളത്. ബാക്കി ജോസഫ് സർ. നമ്മുടെ ഐറ്റംസ് ബെസ്റ്റ് മാനേജ്മെന്റ് ടീം, ബെസ്റ്റ് HR ടീം, ബെസ്റ്റ് മാർക്കറ്റിംഗ് ടീം, ബിസിനസ് കിസ്, ട്രഷർ ഹണ്ട്, റീൽസ് നിർമ്മാണം തുടങ്ങിയ ഇവന്റുകളാണ് നടത്തുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കുടുംബ സംഗമം, അതുപോലെ ഉദ്ഘാടന സമ്മേളനം, അതുപോലെ തന്നെ സമാപന സമ്മേളനം, പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ ഇന്റർനാഷണൽ ടൂറ് ഒക്കെ പിന്നീട് വരുന്നുണ്ട് സാഹചര്യങ്ങൾ. ഇതിന് ശേഷം 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ജനുവരി 1 മുതൽ അടുത്ത് ജനുവരി 30 വരെ നമ്മൾ ഈ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ് സംഘടിപ്പിക്കുന്നത്. അപ്പം അന്താരാഷ്ട്ര തലത്തിലുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ പ്രാവീണ്യം തെളിയിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ, സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, ആനുകാലിക സംഭവ വികാസങ്ങൾ, അതുപോലെ തന്നെ ഈ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് സ്കോളർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഘട്ടം ഘട്ടമായി നമ്മൾ പ്രഖ്യാപിക്കാനാണ് പോകുന്നത്. ഈ 25 വർഷത്തിനിടയിൽ നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും TTCയിലും അതോടൊപ്പം തന്നെ MBA കോളേജിലുമായി ഒരു 5000-ലധികം വിദ്യാർത്ഥികൾ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവർ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. MBA കോളേജ് തന്നെ കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ ആദ്യത്തെ MBA കോളേജാണ്. നമ്മൾ 2000-ൽ ആരംഭിച്ച കോളേജാണ്. അങ്ങനെ ഒരു സ്ഥാപനമില്ല. മാത്രമല്ല, ഇപ്പോൾ കുട്ടികൾ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലൊക്കെ കുറവാണെങ്കിലും നമ്മളെ സീറ്റ് 60 സീറ്റ് ഫുള്ളാണ്. MBAക്ക് 60 സീറ്റ് ഫുള്ളാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 13 കോഴ്സുകളിലും ഫുൾ കുട്ടികൾ കിട്ടുന്നുണ്ട്. നമ്മളെ പഠന നിലവാരം വളരെ മികച്ച ഒരു സ്ഥാപനമായി മുന്നോട്ട് പോവുകയാണ്. നിൽക്കുന്ന ഇവന്റാണ് ബെസ്റ്റ് മാനേജർ എന്ന് പറയുന്ന കോമ്പറ്റീഷൻ. അതിന് തന്നെയാണ് നമ്മളെ കൂട്ടത്തിൽ ഇവന്റ്സുകളിൽ ഏറ്റവും ഹൈ പ്രൈസ് വരുന്നത്. അതിൽ തന്നെ ഓരോ കോളേജുകളിൽ നിന്ന് വരുന്ന 1.5 ലക്ഷം രൂപയുടെ പ്രൈസ് മണിയാണ് മൊത്തത്തിൽ ഇവന്റിന് ആ ഗെയിംസ് ഉൾപ്പെടെയുള്ള ഇതിൽ വരുന്നത്. അതിൽ വിവിധ ഇനങ്ങൾ കോളേജുകളിൽ ഓരോ കോളേജുകളിലും പോയിന്റ് അടിസ്ഥാനത്തിൽ മികച്ച കോളേജുകൾ ഏതാണോ പോയിന്റ് നില കൂടുതലുള്ള ടീമുകൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. താങ്ക് യു. നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന്, നമ്മളെ കാര്യങ്ങൾ മാനേജ്മെന്റ് ഫെസ്റ്റ് റിലേറ്റഡ് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.